ഹായ്, എട്ടാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഫസ്റ്റത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളാണ് വരുന്നത്. ഒരു പേട് എന്ന് പറഞ്ഞ കവിതയും ജൂലിയ ഓർ ലൂണ എന്ന് പറഞ്ഞ ഒരു കഥയും. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റ് നോക്കാം. ഇക്കായി ഏക് യൂണിറ്റ് 1 പത്തേ പത്തേ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വരുന്നത്. പത്തേ എന്ന് പറഞ്ഞാൽ ഇല എന്നാണ്. കവിതയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ ഒരു കവിത നിങ്ങൾ സാഹിത്യ രൂപത്തിൽ മാത്രം എടുത്താൽ മതി. ഈ കവിത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ലോജിക്ക് തോന്നില്ല, പക്ഷെ ഒരു സാഹിത്യ രൂപത്തിൽ ഈ കവിതയെ കാണുക കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ ഹിന്ദി വാക്കുകളുടെ മീനിങ് മിസ് സൈഡിൽ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. നമ്മുടെ കവിതയുടെ പേര് വരുന്നത് പേട് എന്നാണ്. പേട് എന്ന് പറഞ്ഞാൽ മരം. സുശീൽ ശുക്ലയാണ് നമ്മുടെ ഈ ഒരു കവിത എഴുതിയത്. സുശീൽ ശുക്ലേനെ കുറിച്ച് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. മാർച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 6ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു കഥ എഴുതിയ അതേ ആളാണ് ഈ ഒരു കവിതയും എഴുതിയത്. നമുക്ക് ലൈൻസ് നോക്കാം. പേട് തും പേട് നെഹി തും ദർജി. പേട് എന്ന് പറഞ്ഞാൽ മരം, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. പേട് നെഹി മരമല്ല. അപ്പോൾ മരത്തോട് കവി പറയാണ്, മരമേ നിങ്ങൾ മരമല്ല. തും ദർജി നിങ്ങൾ എന്താണ്? ഒരു തയ്യൽക്കാരനാണ്. അപ്പോൾ മരത്തോട് കവി എന്താ പറയുന്നത്? മരമേ നിങ്ങൾ ഒരു മരമല്ല, പകരം എന്താണ്? ഒരു ദർജി, ഒരു തയ്യൽക്കാരനാണ്. तुमने कितने सिले घोंसले कितनी सिली हवाएं धूप सिली तो बिखर गई कतरन कतरन छायाए. തുമ്നെ നിങ്ങൾ, കിത്തനെ എത്ര, സിലെ തുന്നിച്ചേർത്തു, ഗോസലെ പക്ഷിക്കൂട്. അപ്പം നിങ്ങൾ എത്ര പക്ഷിക്കൂട് തുന്നിച്ചേർത്തു എന്ന് മരത്തോട് ആര് ചോദിക്കുകയാണ്? കവി ചോദിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സിലെ എന്നുള്ള വാക്ക് ഈ ഒരു കവിത ഉടനീളം കാണാൻ പറ്റും. അപ്പം മരത്തോട് കവി ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര കിളിക്കൂട് അല്ലെങ്കിൽ പക്ഷിക്കൂട് തുന്നിച്ചേർത്തു. കിത്തിനി സിലി ഹവായെ എത്ര കാറ്റുകളെ തുന്നിച്ചേർത്തു. ധൂപ്പ് സിലീത്തോ ബിക്കർ ഗൈ വെയിലിനെ തുന്നിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ ബിക്കർ ഗൈ ചിതറിപ്പോയി. കതരൻ കതരൻ ചായായി. കതരൻ എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ണങ്ങൾ. അപ്പോൾ കഷ്ണങ്ങളായ നിഴലുകൾ പോലെ എന്തായി? വെയിലിനെ തുന്നിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ ചിതറിപ്പോയി എന്നാണ് കവി പറയുന്നത് കേട്ടോ. പേട് തും പേട് നെഹി തും ദർജി. മരമേ നിങ്ങൾ മരമല്ല, പകരം എന്താണ്? തയ്യൽക്കാരനാണ്. ഫസ്റ്റത്തെ പേജിൽ എന്തൊക്കെയാ പറയുന്നത്? മരമേ നിങ്ങൾ മരമല്ല, ഒരു തയ്യൽക്കാരനാണ്. പിന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ അല്ലേ. മരത്തിൻ്റെ മേലെ എന്തുണ്ടാവും? പക്ഷീൻ്റെ കൂടുകളുണ്ടാവും. അതേമാതിരി തന്നെ മരത്തിലൂടെ കാറ്റിങ്ങനെ വീശില്ലേ, ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേമാതിരി നമുക്ക് അറിയാവുന്നതാണ്, സൂര്യപ്രകാശം മരത്തിൻ്റെ മേലെ കൂടെ വരുമ്പം നമുക്ക് ഈ തണൽ ചിലയിടങ്ങളിൽ ഈ ചില്ലകളും ഈ ഇലകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക? തണലുണ്ടാവുക അല്ലേ. അപ്പം ഇങ്ങനെ ചിതറി കിടക്കുന്ന മാതിരിയല്ല ഉണ്ടാവുക. ആ ഒരു ഇതാണ് കവി ഇതിൽ പറയുന്നത്. ഫസ്റ്റത്തെ പേജ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേമാതിരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് സെക്കൻഡ് പേജിലേക്ക് പോവാം. മിട്ടി സിൽക്കർ രംഗ് ബനായേ. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, സിൽക്കർ തുന്നിച്ചേർത്ത്, രംഗ് നിറം, ബനായേ ഉണ്ടാക്കി അല്ലെങ്കിൽ നിർമ്മിച്ചു. മണ്ണിനെ തുന്നിച്ചേർത്ത് നിറത്തെ ഉണ്ടാക്കി. പാനീസിൽ ആകാശ്. പാനി വെള്ളം, വെള്ളത്തിനെ തുന്നിച്ചേർത്ത് എന്തുണ്ടാക്കി? ആകാശം. അപ്പം മഴ പെയ്യുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മിട്ടി രംഗ് ഹവ പാനി കോ ജോഡ് ദിയ തരാശ്. മണ്ണിനെയും നിറത്തെയും കാറ്റിനെയും വെള്ളത്തിനെയും എല്ലാം കൂടി ചേർത്ത് എന്തുണ്ടാക്കി? ഒരു രൂപത്തെ തന്നെ രൂപപ്പെടുത്തിയെടുത്തു. അപ്പോൾ ഇതൊക്കെ ആരാ രൂപപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്? നമ്മുടെ മരല്ലേ. പേട് തും പേട് നെഹി തും ദർജി. മരമേ നീ മരമല്ല, പകരം എന്താണ്? ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലെ കിനാരെ. നിങ്ങൾ എത്ര തീരങ്ങളെ തുന്നിച്ചേർത്തു. കിനാരെ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരം. കിത്തനി സിലി സെമീനെ. സെമീനെ എന്ന് പറഞ്ഞാൽ ഭൂമി, നിലം, തറ എന്നൊക്കെ പറയും. എത്ര നിലത്തെ നീ തുന്നിച്ചേർത്തു. രംഗ് മഹക് കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ. മഹക്ക് എന്ന് പറഞ്ഞാൽ സുഗന്ധം. അപ്പോൾ പല നിറത്തിലുള്ള സുഗന്ധത്തെ നീ തുന്നിച്ചേർത്തു. ഇതിൽ ഉദ്ദേശിക്കുന്നത് പല നിറത്തിലുള്ള പൂക്കളെയാണ് കേട്ടോ. ഫൂൽ സിലെ പശ്മീനെ, പൂക്കളാൽ മൃദുവായ കമ്പിളി വസ്ത്രങ്ങൾ നീ നിർമ്മിച്ചു. ഇതിൽ പൂക്കളെയാണ് മൃദുവായ കമ്പിളി വസ്ത്രമായിട്ട് പറയുന്നത്.
അടുത്ത ഭാഗം നോക്കാം. പേട് തും പേട് നഹി തും ദർജി. മരമേ നീ മരമല്ല, പകരം ഒരു തയ്യൽക്കാരനാണ്. ആം മേ ആം കെ സ്വാദ് സിലേ ഹേ, ജാമുൻ മേ ജാമുൻ കെ, ഭാഗ് മേ ഭാഗ് കെ സ്വാദ് സിലേ ഹേ, വൻ കെ പേട് മേ വൻ കെ. ഈ ഒരു വരികൾ കാണുമ്പം നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലെ ജമീൻ ഖോ ജാദു ആത്താ ഹി എന്ന് പറയുന്ന ആ ഒരു കവിതയായിട്ട് ഏകദേശം സാമ്യം തോന്നും കേട്ടോ. ആം മേ ആം കെ സ്വാദ് സിലേഹേ. ആം എന്ന് പറഞ്ഞാൽ എന്താ? മാങ്ങ. മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് നീ തുന്നിച്ചേർത്തു. ജാമുൻ മേ ജാമുൻ കെ, ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിൻ്റെ സ്വാദ് നീ തുന്നിച്ചേർത്തു. ഭാഗ് മേ ഭാഗ് കെ സ്വാദ് സിലേഹേ. ഭാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, പൂന്തോട്ടം. അപ്പം എന്തിൻ്റെ തോട്ടമായാലും വേണ്ടിയില്ല, അതിന് അതിൻ്റെതായ സ്വാദ് നീ തുന്നിച്ചേർത്തു. വൻ കെ പേട് മേ വൻ കെ, വനത്തിലെ മരങ്ങൾക്ക് വനത്തിൻ്റെതായ അല്ലേ. പേട് തും പേട് നഹി തും ദർജി. മരമേ നീ മരമല്ല, പകരം എന്താണ്? ഒരു തയ്യൽക്കാരനാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു കവിത. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം.